أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ദേശത്തെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിൽ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്നേക്കും. ഇവിടെ കൂടിയതായി ഓരോ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാലിഹീത്തുൽ അമലാക്കി സ്വീകരിക്കണം. പ്രത്യേകമായിട്ടും മജ്ലിസ് ചൊല്ലുന്നത് അല്ലാഹുവേ നെൻപാക്കുന്നതായ ദിക്റാക്കുന്നതായ ജാഗ ചൊല്ലുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ജാഗയായിരിക്കും. അത് പ്രത്യേകമായിട്ടും വിഷയത്തിൽ കൊണ്ടേക്കുന്നു. ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലിയ വലിയൊരു പണ്ഡിതൻ ഫാത്തിഹ മഹാപണ്ഡിതനായിരിക്കും. പല കിതാബും എഴുതിയ താളായിരിക്കും. ആ ആലിമിലെ ക്ലാസ്സിൽ ഒരു വയസ്സായ ഒരാളിക്കും അയാളെ ക്ലാസ് ചെന്നിട്ട് ഉസൂലായിട്ട് ടൈറ്റായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അങ്ങനത്തെ ക്ലാസ്സിൽ ഒരു വയസ്സായ ഒരു വ്യക്തിയും എല്ലാ ആ വ്യക്തിക്കും ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പിടിയുണ്ടെങ്കിൽ ആ മനുഷ്യർക്ക് ഇത് മനസ്സിലായിട്ടില്ല. കാരണം മനസ്സിലാവുന്നത്തെ ക്ലാസ്സുകളായിരുന്നു ആ ക്ലാസ്. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സിൽ എപ്പോഴും അയാൾ കാണ്ടപ്പോൾ അയാൾ ഒന്നാൾ കേട്ടത് അല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്ത കൂടിയുണ്ട് ആയിരുന്നു. നിങ്ങൾ എന്ത് രീതിക്കറിയാൻ എല്ലാ നാം വന്ന് ക്ലാസ് നയിക്കരുത്. വേറെ സാധാ അള്ളാഹുള്ള ക്ലാസ് ഉണ്ട്, അത് അള്ളാഹത്തെ ഒരു സ്പെഷ്യൽ ക്ലാസ്. അപ്പൊ ആ വ്യക്തി ചൊന്ന പൽക്ക വയസ്സായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ മജ്ലിസിൽ ചെന്തായെങ്കിൽ മഗ്ഫിറത്ത് തണ്ടാ ചൊന്ന റസൂൽ എന്തില്ലെങ്കിൽ അങ്ങനെ തപ്പ് അല്ലാഹു പുറത്തു തണ്ടല്ലേ അന്നൊക്കെ എന്ത് മനസ്സിലായില്ലേ വലിയ വിഷയമല്ല. അത് നമുക്ക് മുസ്ലിങ്ങൾക്ക് അല്ലാഹു തന്ന തൗഫീഖ് ആയിരിക്കും. എന്തുമില്ലാത്തായും ഞങ്ങളെ തപ്പുരെ വർക്കൽ കിട്ടും അല്ലെങ്കിൽ അള്ളാഹു കിട്ടും. കാരണം ഈ ക്ലാസ് അതുകൊണ്ടു ഈ ദീനീയത്തിന്റെ ക്ലാസ്സിലെ മജ്ലിസിന്റെ മഹത്വം ഒന്നാമത്തെ പരിപാടി നമുക്ക് നല്ലൊരു നിയത്തോടു കൂടി തേക്കും. ഒരു അരങ്ങേറ്റം ഞാൻ എത്ര ടൈം ഇടുന്ന അത്ര നല്ല നിയത്ത് തെക്കും. എന്ന് മനസ്സിലായിത്ത അൽഹംദുലില്ലാഹ്. ഇനി മനസ്സിലായില്ലെങ്കിൽ ബേജാറില്ല. കാരണം എന്തേ അള്ളാഹു ഞങ്ങളെ തപ്പുരെ പുറത്തുതാണ് ഒരു ഓഫർ ചെയ്തിരിക്കണം. ഞങ്ങളെ തപ്പുകൾ അള്ളാഹു മാഫാക്കി തരണ്ട. അള്ളാഹുരെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുമാരുടെ പൊതിപാട്ട അത് അള്ളാഹുരെ മലായിക്കതെ റഹ്മത്തിക്ക് അള്ളാഹുരെ സക്കീനത്ത് സമാധാനം അള്ളാഹു തരണ്ട. നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ടെങ്കിൽ ഒരു മനസ്സിലൊരു സമാധാനം. പല ടെൻഷൻ വെക്കും, എല്ലാ ഡ്യൂട്ടിയിലും അതേ ടെൻഷൻ വെക്കും. അങ്ങനെ ഒരു അരയിട്ട് വെച്ചപ്പോൾ ഒരു സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല തണ്ട. ആ ഒരു സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമുക്ക് തന്റെ ഒരു തൗഫീഖ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഈ ക്ലാസ്സുകളെല്ലാം വെക്കുമ്പോൾ റാഹത്തോടു കൂടി ഒന്നാമത്തെ നിയത്താക്കും റബ്ബേ നിന്റെ ദീന് പഠിക്കുകയല്ലേ നിയത്ത് നാം വെച്ചിട്ടുണ്ട് ക്ലാസ്. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ ഹദീസിന്റെ വിഷയത്തിൽ നമുക്ക് ലക്ഷക്കണക്കിന് ഹദീസുണ്ട്. എല്ലാ ഹദീസും നമുക്ക് കണ്ടാവാൻ ഇല്ല. അതിന് ഞങ്ങളുടെ വിശ്വാസം എന്തേ റസൂൽ ചെന്ന ഏത് ഹദീസായും സ്വഹീഹ് സ്വീകരിക്കാറ്. ഈ ഒരു പൽക്കമയോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പ്രതിഫലമാണ്. കാണാത്ത ഹദീസ് നമ്മൾ നോക്കിയേക്കൽ ഹദീസ് അതിന് ഞങ്ങളുടെ വിശ്വാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തന്നെ നോക്കും. ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഓരോ വിഷയം ഇനി മനസ്സിലാക്കില്ല ദൈറ്റിക്കാം. ഒന്നാമത്തെ ഇത് ഞങ്ങൾ അറിയില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നിഅമത്ത് എത്തിക്കണം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗാക്കിയത് നമുക്ക് ഒരു വലിയ നിഅമത്ത് എത്തിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ഉത്തര എത്തിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗ ചുമതല മനസ്സിലാക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാം പണ്ട് ദുആ എത്തിക്കൽ അല്ലാഹുവേ ഈ സമുദായത്തിൽ ഈ അറബികളെ നിൽത്തു ഒരു റസൂലിനെ നീ തിരഞ്ഞെടുക്കുന്നു. നിന്റെ ആയത്തെ ഒരു കൊടുക്കും വേണ്ടി അങ്ങനെ ശിർക്ക് നിൽത്തും കുഫർ നിൽത്തും ശുദ്ധിയാക്കാൻ വേണ്ടി അങ്ക് കിതാബ് ഖുർആനും അതിലെ വിശദീകരണത്തിന് സുന്നത്തിനും പഠിപ്പാട്ട് കൊടുക്കാൻ വേണ്ടി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിന്റെ പ്രധാനമായിട്ടുള്ള ഞങ്ങളെ ഷഹാദത്ത് കലിമ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലാം. അള്ളാഹു നാല് സാക്ഷി വെച്ചാണ്. അപ്പൊ ഈ 4 സാക്ഷി വെച്ചാൽ ചൊല്ലുമ്പോൾ എന്താ ഇത്തിക്കറ സാക്ഷി? സാക്ഷി വിഷയത്തിൽ 2 മനസ്സിലാവും. ഒന്ന് തഹബ്ബുലു ഷഹാദ, പിന്നൊന്ന് അദാഉ ഷഹാദ. ഒന്ന് സാക്ഷി നിന്ന് സ്വീകരിക്കൽ, അതാണ് മനസ്സിലാവും. രണ്ടാമത്തെ തന്നെ അദാക്കുന്നത്, പൂർത്തിയാക്കൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദ സമാവം ഉണ്ടായെങ്കിൽ ഇന്ന് പല ക്ലാസ്സസിൽ പഠിച്ചിരിക്കുവാൻ എന്തേ അതിലെ റുക്കുന് സമാവം, അതിലെ ഷർത്ത് സമാവം. റുക്കുൻ എന്തിന് 2 റുക്കുനില്ല, നഫിയും ഇസ്ബാത്തും. നഫി ചൊന്നെങ്കിൽ നിഷേധിക്കല്, ഇസ്ബാത്ത് ചൊന്നെങ്കിൽ അംഗീകരിക്കൽ. ലാ ഇലാഹ ചൊന്നെങ്കിൽ ലോകത്തിൽ ആരാധിക്കപ്പെട്ട് എന്തെല്ലാം ഉണ്ട് അതെല്ലാം നിഷേധിക്കൽ, അതൊന്നും സമല്ലാതെ ഒന്നും ആരാധനക്ക് അർഹപ്പെട്ട നിഷേധിച്ച. രണ്ടാമത്തെ ഇസ്ബാത്താക്കരെ അള്ളാഹു മാത്രമേ ഇരിക്കുന്നത്. ഈ നിഷേധം ഇത് കംപ്ലീറ്റ് ആയാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് പഠിക്കണം. ഇതൂടെ പഠിച്ചിരിക്കുക, അതുകൊണ്ട് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്ത് പഠിച്ചാൽ പിന്നെ നവാഖിദ് ചൊല്ലുന്നു. നാഖിദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറിയിലെ വിഷയം അത് പഠിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുരിപ്പാട്ട് എന്തെല്ലാം വിഷയം ഉണ്ട് അത് പഠിച്ചു വെക്കും. എന്നിട്ട് പിന്നെ ഇത്തിക്കറ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലി ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങ് കൊടുത്തതായ നബിയുടെ മേൽ നങ്ങ് വെക്കുന്ന സാക്ഷിയുണ്ടല്ലേ, ഇത് സമാവനത്തായി നമുക്ക് നിർബന്ധമായിട്ടും ചില വിഷയം പഠിച്ചിരിക്കും. ഇപ്പൊ ഈ ഇത് മിലാദും ഇതൊരു വിഷയത്തിലുള്ള മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ നമുക്ക് എതിരെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ ചൊല്ല ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അനുയായി എത്തിക്കര സംശയം ഉണ്ടാ, സംശയം ആയത് നമുക്ക് കേൾക്കൂല. റസൂൽ വിഷയത്തിൽ എന്തൊരു പൊടിയുണ്ട്. ഒരു കാഫിറായ വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഇല്ലാത്ത ചൊല്ലുമ്പോ ഞങ്ങൾ ചിലപ്പോൾ അർസമുണ്ട പ്രഷർ കൊടുക്കും. സത്യത്തിൽ ഞങ്ങൾ അവിടെ അവർക്ക് പഠിപ്പാടി കൊടുക്കണ വിഷയം ഉണ്ടല്ലേ, മിനിമം വിഷയത്തിൽ അവൻ കേൾക്കരുത്. എന്തായാലും അഗാധ വൈത്തുള്ളിൽ എന്ത് കേൾക്കാൻ പണ്ടില്ല ഏത് വ്യക്തിയും അങ്ങ് കേൾക്കാൻ പണ്ടത് ആരുടെയും ബായിൽ നിന്ന് കേട്ടത്. അപ്പൊ ഇതിന് മറുപടി ഞങ്ങൾ സിമ്പിളായിട്ട് കൊടുക്കണായത് അത് കൊടുക്കാതിരിക്കുമ്പോൾ കാരണം ചെന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആറ് ചൊത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഉദാഹരണക്ക് ഞങ്ങൾ ഒരാളെ നോക്കി ഇത് പിർസാക്കാം. ഇപ്പൊ ഈ വ്യക്തിയുടെ നക്ക് പിർസാ ചൊല്ലുമ്പോൾ സാധാരണ ഓട്ടോമാറ്റിക്കായിട്ട് വേണ്ട പിർസ ഇല്ല. ആ വ്യക്തി ആണ് അവന്റെ സ്വഭാവത്തിൽ കൊണ്ട് ആ അബ്ബാവുന്ന അവന്റെ ഫാമിലി ഉണ്ട്, അവന്റെ ഇടപാട് ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് നക്കോണവിൽ പിർസമുണ്ട്. ആരാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നക്ക് എങ്ങനെ പിർസമുണ്ട്, മഹബത്ത് എങ്ങനെ പണ്ടേ റസൂലിനെ അറിയാം. ബുക്കുണ്ട്, എത്രമാ ബുക്കുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജീവന തരിപ്പാട്ടിന് കണ്ണെടുത്തു മലയാളത്തിൽ ഇംഗ്ലീഷിലും ഉണ്ട്. ഇനി എന്തില്ലേക്കും ഹുസൈൻ സൽഫിൽ ഒരു 50 ക്ലാസ് ഉണ്ട്, 48 ക്ലാസ്. ആ ക്ലാസ് കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിക്ചർ ഇങ്ങനെ നിങ്ങളൊന്നും നോൽಬೇಕು. എത്ര നാൾ പോവും? 50 നാൾ. ഇത്ര വർഷം ജീവിച്ചതല്ല, ഇത്ര നാൾ ചെലവഴിക്കും. ഒരു 50 നാൾ ഒരു നാൾ ഒരു ക്ലാസ് കിട്ടുമ്പോൾ ഇനി വേണ്ട ഒരു ഗെട്ടര ക്ലാസ് സാധാരണ ഉള്ളത്. ഇനി അരഗെട്ട കേട്ട 100 നാൾ കൊടുത്തു നന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവനം മനസ്സിലാക്കും. അനുയായി ചൊല്ലു നമുക്ക് മഅരിഫത്തുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയത് നിർബന്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ജീവനം അറിയും, ഇവരെ പെഞ്ഞായും നബിയുടെ മക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാപ്പം ഉമ്മമ്മം ഇവരെ വിഷയം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജീവന ജനാലത്ത് പിടിച്ചിട്ട് നുബുവത്തുള്ള 40 വർഷം. അതിൽ പിന്നെ നുബുവത്തിൽ നേരത്തെ ഹിജ്റ പോലെടുത്തുള്ള ടൈം ഹിജ്റത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് തോന്നും. നബിയുടെ യുദ്ധം എത്ര യുദ്ധം നടന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാർട്ടിസിപ്പേറ്റ് ആക്കി യുദ്ധത്തിൽ ഇത്രമാ ലക്ഷക്കണക്കിൽ ആൾമാരെ കൊന്നപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിടാൻ യുദ്ധത്തിൽ പോലും റസൂൽ കൊടുത്തത് ഇത്ര സംഖ്യ യുദ്ധത്തിൽ പോകും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് മരിച്ച എത്ര അതും ചുരുങ്ങിയ സംഖ്യ. അങ്ങനത്തെ റസൂൽ ഞങ്ങളുടെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന്റെ ജീവൻ ഞങ്ങൾ അറിയില്ലാത്ത ആചാരിക്കണം. ഇവിടെ ഞങ്ങൾ ഈദ് മിലാദ് ശക്തമായി ഞങ്ങൾ എതിർക്കണം. ആ എതിർക്കൽ ഒട്ടിക്കാൻ ഞങ്ങൾ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പഠിച്ച രാജ്യത്തുള്ള തീരുമാനമാക്കും. എതിർക്കൽ ഞങ്ങൾ ശക്തമായി എതിർക്കുന്ന സംശയമില്ല. ആ എതിർക്കൽ സന്ദർഭത്തിൽ നന്റെ മനസാക്ഷി ഉണ്ടല്ല, അതിൽ എന്തോ ചൊല്ലണം നക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പിടിയുണ്ട്. അങ്ങനെ ആലിമാവും ചൊത്തു ചുമ കിതാബൊന്നും ചൊത്തൊന്നുമില്ല. 50 ക്ലാസ് മര്യാദക്ക് 50 ക്ലാസ് കേട്ടുമ്പോഴോ ഇത്രമാ വർഷങ്ങളാക്കി ഇത്രമായിരാത്മാർ കേട്ട് നിൽക്കുക. ആ 50 ക്ലാസ്സോട് കൂടിയിട്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജനനത്തെ പിടിച്ചിട്ട് വഫാത്തോടെ നല്ല പിക്ചർ ആയിരുന്നു. അത് പ്രത്യേകം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യ വസിയത്താക്കേ നിങ്ങൾ കേട്ടതില്ലാത്ത കേൾക്കും. കാരണം നമ്മുടെ ആലോചിച്ചിട്ടുള്ള കാര്യം കൊണ്ട് നേരത്തെ മറ്റുണ്ട് നിർബന്ധമായിട്ടും കേൾക്കും. ഓരോ കേട്ടിട്ട് ഇയർഫോൺ കേട്ട് വേണ്ടി ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്ലാസ് കേട്ടിട്ട് പിന്നെ നീക്കൊണ്ടല്ലേ ആ റസൂലിന്റെ മേലുള്ള മഹബത്ത് കൂടുതലാന്ന് കുറയില്ല. ഇപ്പൊ എന്തൊരു പിരിസുണ്ട് റസൂലിന്റെ മേല് അതിൽ ഡബിൾ ആവും. കാരണം ഒരു വ്യക്തിയുടെ അറിയോ വൈദ്യക്ക് യഥാർത്ഥമായിട്ടുള്ള പിരിസമുണ്ട്.
മനുഷ്യ പ്രകൃതി ഇത്തിക്കർ സംശയമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോ ഇത്തിക്കർ മഹബത്ത് വേണ്ടത്. മഹബത്ത് പണ്ട് അറിഞ്ഞപ്പോ ഇത്തിക്കർ അറിയുമ്പോൾ മഹബത്ത് പണ്ടില്ല. ഈ അറിയാത്ത കൊണ്ട് ഇത്തിക്കർ ഒന്നാമത് മാത്രം ഇത്തിക്കർ മഹബത്തുല്ല ഇത് വിലാദ് മാത്രം അറിഞ്ഞ മഹബത്ത് കൊണ്ടുണ്ടാകും. ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു മക്കത്തെ മുശ്രിക്കരന 10 സ്വഹാബിമാരെ പിടിച്ചു കൊന്ന വലിപ്പാരെ കൊന്ന അവസാന ക്രിയ ഖുബൈബ് ബിൻ അദി ഈയൊരു ക്രോസിൽ വെച്ച് ചൊന്നാറ്, നിന്റെ ഈ പ്ലേസിൽ മുഹമ്മദ് തായെങ്കിൽ എന്തായിക്കൊന്ന, അതായത് നീ മുഹമ്മദിനോട് പിടിച്ചുകൊണ്ട് തന്നിട്ടായെങ്കിൽ അല്ലെങ്കിൽ അതിൽ തന്ത്രാക്കി തന്നിട്ടായെങ്കിൽ നിന്റെ ഗുഡ്ര എന്ന രൂപത്തിലേക്ക് പ്രതികരിച്ചു. ആ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ചൊന്ന തൽക്കൈക്ക് നമുക്ക് മഹബത്തിന് വിഷപടിയാവും. അയാൾ ചൊന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തുൽ കുർസിൽ തെച്ചിട്ടുണ്ട്, ഔത്തുൽ തെച്ചിട്ടുണ്ട്. നാം രണ്ട് ഔത്ത് തെച്ചിട്ടില്ല. ആ സന്ദർഭത്തിൽ റസൂലിന്റെ റസൂലിന്റെ ആ ഔത്തുലിക്കിற സന്ദർഭത്തിൽ കാലിൽ മുള്ളു തറച്ചിട്ടാകുമ്പോൾ നമുക്ക് സഹിക്കാൻ സാധ്യമില്ല. നിങ്ങൾ ക്രോസിലിട്ട് വെച്ചിട്ടുള്ള ചിലപ്പോ എന്തെങ്കിലും എതിർ ചൊല്ലിട്ടെങ്കിൽ മുടുവാ ആയെങ്കിലും അങ്ങനെ മുടലൊക്കെ എന്ത് വേണം ഒക്കെ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടനാക്കിയ ധൈര്യം കഴിക്കാം. റസൂലിനെ പിടിച്ചു കൊണ്ടതല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദച്ചോടെ റസൂലിന്റെ കാലിൽ മുള്ളു തറച്ചിക്ക് പോലും നമുക്ക് സഹിക്കാൻ സാധ്യമില്ല. ഇതിന് പേരെ ഇരിക്കുന്ന മഹബ്ബത്തുർ റസൂൽ എങ്ങനെ കിട്ടി? റസൂലിന്റെ അറിഞ്ഞതുകൊണ്ട് റസൂലിന്റെ അറിയുമ്പോൾ ഇഷ്ടപ്പെട്ടത് ത്വൽഹാ റളിയല്ലാഹു അൻഹു സംഭവം കൂടി ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു സംഭവം കൂടി എതിരെ കർലല്ല 10 കിട്ടി നമുക്ക് ചുമ്മപ്പെട്ട് കേട്ട ചിത്തഹിംസാക്കി കൊണ്ടത്. അത് കാരണം എന്ത്? പകയിത്തിക്കൾ. അങ്ങനെ സ്വഹാബിമാർ നോക്കുമ്പോൾ ഇത്തിക്കർ ഒരു ജീവനും ഏത് ഒരു മനുഷ്യ ത്വൽഹാ അതിന്റെ തടി നോക്കുമ്പോൾ ചുമ്മ ഒട്ടയിച്ചു, ചുമ്മ കത്തിരി കുത്തും, ബിൽമാണത്ത് കുത്തല്ലോ. ബാക്കി ഹംസ റളിയല്ലാഹു അൻഹു സംഭവം പിടിയുണ്ട് പകി തീർത്തേത്തിക്കർ. ഈരെന്തിങ്ങനെ ചിത്രഹിംസാക്കി കൊന്നത്? ഇത്ര 80 വട്ടയിത്തിക്കർ തടിയുള്ളത് ഒരു മനുഷ്യർ ഇത്ര എന്തിങ്ങനെ ടോർച്ചറാക്കിയ ഇത്ര ബിൽമാണ് അടിച്ചത് എന്ത് കാരണം? എന്ത് കാരണം? നീ ത്വൽഹാ റളിയല്ലാഹു അൻഹു നിന്നെ ആ ജാഗത്തിൽ നേരെ പെരോടിഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രൊട്ടക്ഷൻ ഷീൽഡ് ആയിട്ടായാലും നിന്റെ തന്റെ തലയിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്ത്? മഹബ്ബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ മഹബ്ബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സംരക്ഷണാക്കുന്നത് അങ്ങനെ പേര് വാജിബ് നിർബന്ധിക്കണം. നബിയുടെ ഹയാത്ത് കാലത്ത് നബിയുടെ ശരീരത്തെ താങ്ങി ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ പണ്ട് ആരോപണ എതിർ ഉത്തരം കൊടുക്കരുത്, അത് ഉത്തരം കൊടുക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്സത്ത് രക്ഷപ്പെടുത്തുന്നത്. ഇതായിരിക്കും മഹബ്ബത്ത് റസൂൽ. ഇതെങ്ങനെ കിട്ടിയേ? നബിയുടെ അറിയുമ്പോൾ ഇക്കർ കിട്ടി. ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ എന്നൊരു പെണ്ണിങ്ങനെ ഒരു സംഭവം അൻസാരിയായ ഒരു പെണ്ണിങ്ങനെ ജീവനക്കാണ് അയ്മല മുട്ട യുദ്ധത്തെ സന്ദർഭത്തിൽ വന്ന് ഒരാൾ ചൊല്ലി നിങ്ങളെ മാപ്പിള ഷഹീദ് അയ്മ കേൾക്കേ മാഫ് അല റസൂലുള്ള എന്റെ റസൂൽ എങ്ങനെയുണ്ട്? റസൂൽ എന്താക്കിയുണ്ട്? റസൂലിന്റെ അവസ്ഥ എന്തുണ്ട്? റസൂൽ ഖൈറുണ്ട്. തെരുനാരകത്ത് മിനറാൾ വന്ന് ചൊത്തു എന്റെ സഹോദരൻ ഷഹീദ്. അപ്പോ ഇവ കേൾക്കുന്നത് എന്റെ റസൂൽ എങ്ങനെയുണ്ട്? റസൂൽ തെരുനാല് കഴിഞ്ഞാൽ പിന്നെ അപ്പം വഫാത്ത്, മാപ്പിള വഫാത്ത്, മോൻ വഫാത്ത്, 4 വഫാത്ത്. ഒരു പെണ്ണിന്റെ ജീവനത്തിലുള്ള 4 സ്തംഭയിക്കരുത്. മോണും സഹോദര അബ്ബ മാമു 4 സ്തംഭയിക്കരു ഒരു പെണ്ണിന്റെ ജീവനം. ഈ 4 സ്തംഭം പുറത്തൊരു യുദ്ധത്തിൽ 4 ആളും ഷഹീദായ പിന്നെ അയിമ കേക്കരെ റസൂൽ എന്താക്കി? നിന്റെ റസൂൽ എങ്ങനെയുണ്ട്? നിന്റെ റസൂലിന്റെ കാട്ടോ നാം എന്റെ റസൂലിൽ നിന്ന് നോക്കണേ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടോട്ടില്ല. റസൂലിന്റെ ഖമീസറെ ഇങ്ങനെ പിടിച്ചത് കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്. റസൂലേ, എല്ലാ മുസീബത്തും അത് നിങ്ങളുടെ പിന്നെ, എല്ലാ മുസീബത്തും നിങ്ങളുടെ പിന്നെ ഇത്തിക്കറ്. അതൊരു ചെറിയ ഇത്തിക്കറ്. എന്ത് മുസീബത്ത് വന്നെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ ഇത്തിക്കറ്. ഏത് വിഷയത്തിൽ ചുമ്മാവുണ്ട്? അബ്ബ, മാപ്പിള, മോണു, സഹോദര ഇങ്ങനെ ഷഹീദായ വിഷയത്തിലായി ചൊല്ലത്. ഇങ്ങനെ ഷഹീദായെന്നൊക്കെ ചെറിയ ഇത്തിക്കറ്. നിങ്ങൾ സമാധാനത്തിലും റാഹത്തിലും ഇങ്ങനത്തായ അതേ ഇത്തിക്കറത്ത് വലിയ വിശ്വാസം ഇങ്ങനെ ചൊല്ലുകൂല. കാരണം എന്തേ? മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമ്പോൾ ഇത്തിക്കറിനാക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മഹബ്ബത്ത് പണ്ടേ. ഈ മഹബ്ബത്ത് വേണം തായെങ്കിൽ നിങ്ങളൊട്ടിക്ക് നാളെ പ്രത്യേകിച്ച് വസിയത്താക്കരെ. നീ എന്ത് പഠിച്ചില്ലെങ്കിൽ സംഭവില്ല. നബിയുടെ ജീവൻ അറിയും പഠിക്കും.
നബിയുടെ ജീവനം പഠിക്കും. ക്ലാസ് ഓതുതായി വേഗത്തിൽ 300-400 പേജിൽ റഹീഖുൽ മഖ്തൂം വരെ കന്നഡ ട്രാൻസ്ലേഷൻ. അതേപോലെ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളും എടുത്ത് പഠിക്കും. ഓതും ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ ഞങ്ങൾ പഠിച്ചില്ല, പിന്നെ ആരും പഠിക്കും. ഞങ്ങൾ ഇതിക്ക് റസൂൽ അന്യായം ചൊല്ലും, ഞങ്ങൾക്ക് റസൂൽ ജീവനം കൊടുത്തിട്ട് റസൂൽ ഇത്ര പിന്നെയും മറുപടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 മക്കളുണ്ട്, അതിൽ 4 പെണ്ണ് ഐത്തിക്കറി, 4 പെണ്ണ് 6 നിന്നുണ്ടായത്, 3 ആണ് ഐത്തിക്കറി, ആ 3 ആണ് 6 നിന്നുണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 പിന്നെയും ഉണ്ടായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാക്കിയത് ബദർ യുദ്ധം ഒന്നും കൂടിയുള്ളൂ, അതിനിടയിൽ പിന്നോട്ട് ലാസ്റ്റ് യുദ്ധം തബൂക്ക് ഐത്തിക്കറി, അതിൽ മുന്നോട്ട് ഐത്തിക്കറി. ഇതിന് സംഭവം കാണുന്നുണ്ട്. തബൂക്ക് യുദ്ധം ഞങ്ങൾ കേട്ട സത്യത്തിൽ യുദ്ധം നടന്നതാണ്. യുദ്ധം നടന്നിട്ടില്ല. യുദ്ധത്തിൽ പോയിട്ട് പറഞ്ഞ പേടിച്ച് ഓടിയ റോമക്കാർ. അപ്പൊ യുദ്ധം അതിന് ചൊല്ല സത്യത്തിൽ അവിടെ നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ പലതുമുണ്ടോ, അത് നമുക്ക് സിമ്പിൾ തീർക്കാം. അതുകൊണ്ട് ഇതിന് മനസ്സിലാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനം പഠിക്കണം, നിർബന്ധമായിട്ടും നമുക്ക് പഠിക്കണം. അല്ലാഹു നമുക്ക് അതുപോലെ തൗഫീഖ് തരണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജീവനം പഠിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ഒരു തൗഫീഖ് തന്നെ. അത് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹബത്ത് കിട്ടിയതായെങ്കിൽ പിന്നെ 2 തൗഫീഖ് അല്ലാഹു തന്ന. മഹബത്ത് കിട്ടിയതായി 2 തൗഫീഖ് കിട്ടും. ഒന്ന് ഇത്തിബാഉർ റസൂൽ, നബിയെ ഫോളോ ആക്കുക തൗഫീഖ് അല്ലാഹു തന്ന. 2 ഇതാഅത്തുർ റസൂൽ, റസൂലിനെ അനുസരിക്കുക തൗഫീഖ് അല്ലാഹു തന്ന. ഇത് ശ്രദ്ധിച്ച് കേൾക്കാൻ ആവശ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുന്ന ചൊല്ലുമ്പോൾ പല രൂപത്തിൽ നിങ്ങൾ പണ്ടിൽ കേട്ടോണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബാക്കിയോണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളി എൻട്രായോ ഖുത്ബന്റെ ഭാഗത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഡോറിലോട്ട് വെച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അവിടെ തെക്കു സുന്നത്തുണ്ട്, എനിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നീ അവിടെ വെച്ച് കാരണം എന്ത്? ഇബ്നു മസ്ഊദ് റസൂലേ നിങ്ങൾ തെക്കോറൂന്ന് ചൊന്നു കേട്ട് നമുക്ക് ആരൊട്ടിക്കെ ചൊന്ന പോലത്തില്ല, നിങ്ങൾ തെക്കോറ് ചൊന്നാറല്ലേ, അതുകൊണ്ടാണ് വെച്ചത്. ഇതിന് പേര് ഇത്ര അനുസരണം. ഈ അനുസരണം കിട്ടുക കാരണം എന്തിന്? മഹബത്ത് ഇരിക്കരുത്. മഹബത്ത് കിട്ടുക കാരണം എന്തിന്? നബി അറിഞ്ഞത് ഇരിക്കും. നബി ആറ് ചൊട്ടുപിടിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമിമാർ യുദ്ധത്തിൽ പോയ സന്ദർഭം സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് സ്വാമിമാരെ നോക്കി ചോദിക്കും, എല്ലാം ദൈക്കോ. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പത്ത് നോക്കുമ്പോൾ നടു റോഡിൽ ഒരാൾ വെച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാ നോക്കുന്നതിന്റെ വിഷയത്തിൽ എന്തിനോട് നടു റോഡിൽ വെച്ചത്? റസൂൽ നിങ്ങളെ ചൊന്നു ദൈക്കോ. ഞാൻ നിന്റെ ഒട്ടികളല്ലേ ചൊന്നു, ഞാൻ അങ്ങോട്ടൊട്ടിക്കല്ലേ ചൊന്നേ. റസൂലിനൊക്കെ പിടിയില്ല, അക്ക് നിങ്ങൾ ദെക്കോറ് ചൊന്നതൊന്ന് കേട്ടത് കൊണ്ടാതിച്ചു. അനുസരണം ഈ അനുസരണം എത്തിക്കൊണ്ടൊക്കെ വേണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആക്കി കാട്ടുന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കും. അല്ലാഹു നമുക്ക് അതുപോലെ തൗഫീഖ് തന്നേക്കും. ഇതിന് 4 വിഷയം. ഈ 4 വിഷയം ഷഹാദത്ത് എത്തിക്കണം. എത്ര മുന്നോട്ട് ഈ 4 വിഷയം നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യുന്നത് മാത്രമേ എത്തിക്കണം. നാളെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായി എത്തിക്കറ ചൊല്ലുന്ന ധൈര്യം അങ്ങ് അർഹതയുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ റസൂൽ പഠിക്കും, എന്തെല്ലാം വ്യവസ്ഥ പഠിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവൻ നിർബന്ധമായിട്ട് പഠിക്കും. പണ്ടത്തെ ഒരു കാലം നമ്മൾ സ്റ്റാർട്ട് തോന്നിയ സന്ദർഭത്തിലുള്ള ചില മുഖത്ത് ചെന്നൈമാരുടെ ഒട്ടി കൊടുത്ത്, അപ്പൊ മൊബൈൽ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കൊണ്ടേക്കും ഒട്ടി വെച്ചിട്ട് കസറ്റ് സ്പീച്ച് കേട്ടോ എന്ന് മൊത്തം ഒരു പ്രത്യേക ബർക്കത്തിത്താണ്. എല്ലാം ഒട്ടി വെച്ചിട്ട് പറഞ്ഞാൽ പണ്ടത്തെ സീരിയലിട്ട് ക്ലാസ്സിലേക്ക് വരും. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ആയിക്കൊണ്ടു ഒന്നും ക്ലാസ് നടക്കില്ല. നെറ്റും ഉണ്ട്, എല്ലാം ആയിരുന്നു നടത്തുന്നു. ഡെയിലി നമുക്ക് കേൾക്കാം. അതുകൊണ്ട് നിർബന്ധമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ ചരിത്ര ഞങ്ങൾ പഠിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു അതുപോലെ തൗഫീഖ് തന്നേക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കില്ല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്തിലെ അതിൽ പിന്നത്തുള്ള ഷഹാദത്തെ ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു ചൊല്ലുന്നത് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഞങ്ങൾ അംഗീകരിച്ചത് എങ്ങനെ റസൂലുഹു അബ്ദുഹു അബ്ദുഹു റസൂലുഹു ചൊല്ലിക്കർ അംഗീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവരെ അബ്ദ് ഇക്ർ റസൂൽ ഇക്ർ എന്തിനാ ഇങ്ങനെ ചൊല്ലുന്നു? ഇങ്ങനെ ചൊല്ലുമ്പോൾ കാരണം ഇത് വസ്തു തോന്നുന്നു. ഷഹാദത്തു അന്ന മുഹമ്മദ് അബ്ദുഹു റസൂലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവരെ അബ്ദ് ഇക്ർ റസൂൽ ഇക്ർ ചൊല്ലുമ്പോൾ ഇതിലെ ഇക്ർ നമുക്ക് ഫസ്റ്റ് ചൊല്ലുള്ളത് അബ്ദുഹു ചൊല്ലുമ്പോൾ കാരണം ലാ യുഅബദ് ആരാധിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണത്തിലും ആരാധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇക്ർ ചൊല്ലുന്നത് അബ്ദുഹു അല്ലാഹുവരെ അടിമ ഇക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവരെ അടിമ ഇക്ർ അടിമത്താം എന്താണോ ആരാധിക്കപ്പെടുകയാണ്. ലാ യുഅബദ് ഒരു കാരണത്തിലും ആരാധിക്കപ്പെടുക.
രണ്ടാമത്തെ വെച്ചാൽ റസൂൽ റസൂലും തായെങ്കിൽ കളവാക്കത്തീറ. ഒരാൾ റസൂലായും തായെങ്കിൽ ആ റസൂലിന് പിന്നെ കളവാക്കുന്നില്ല. നമുക്ക് മനസ്സിലാക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനമായിട്ടുള്ള 4 വിഷയത്തിൽ അങ്ങനെ ക്ലാസ് ആണ്. കാര്യം 4 വിഷയം. ആ 4 വിഷയത്തിലേക്ക് നമുക്ക് നിർബന്ധമായിട്ട് പഠിക്കൂല. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കലിമത്തു ഷഹാദ സമാവത്തായി 4 വിഷയം. ഇത് മുഖ്തലയാത്തും പല പേരിലേക്ക് അറിയപ്പെട്ടത്. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കലിമത്ത് സമാവുമില്ല 4 വിഷയം. ഒന്നാമത്തത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരിപ്പാട്ടിയത് സത്യപ്പെടുത്തും. നബി എന്ത് അരിപ്പാട്ടിയ സ്വഹീഹ് വന്ന ഏത് ഹദീസിൽ നിന്നും അരിപ്പാട്ടി സത്യപ്പെടുത്തും. ഇപ്പൊ നിങ്ങൾ ഹദീസ് ഒന്ന് കണ്ടു പെടുന്ന ചുന്തപലമേ ഇത്രമാ ഹദീസുള്ള അക്ഷരങ്ങൾ ഒന്നും നമുക്ക് പിടിയില്ല. അങ്ങ് ഇപ്പൊ നിയത്താക്കും മനസ്സിൽ ചൊല്ലും റബ്ബെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം അരിപ്പാട്ടിയ എല്ലാം ഞാൻ അംഗീകരിക്കുക റബ്ബെ. മനസ്സിൽ ഹദീസ് കണ്ടിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പ്രതിഫലം കണ്ട എങ്ങനെ സത്യപ്പെടുത്തൽ. ആ സത്യപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ടും ലഖബ് കൊടുത്തത് അസ്സദീഖ് ചൊത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു കൊടുത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസ്സദീഖ് ചൊത്ത കിട്ടുവാൻ കാരണം എന്തേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമി ആറാജ് പോയി നമുക്ക് പിടിയുണ്ട്. മക്കത്തിൽ നിന്ന് മസ്ജിദ് അഖ്സ അവിടെ നിന്ന് 7 ആഗസ്റ്റ് പിന്നെ റിട്ടേൺ വന്നു. ഈ സംഭവത്തിന് പിറ്റാണ്ട് ഫുള്ള് ഫിത്നയായിട്ട് എല്ലാം സ്പ്രെഡ് ആക്കിയാർ. മുഹമ്മദ് ഭ്രാന്തയിലെത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാസാക്കിയാണ്. ಅಂದ್ರೆ ಒರ್ಜಾವುಲ್ ಮಸ್ಜಿದ್ ಪ್ಯಾಲೇಸ್ ಅಕ್ಸರ್ ಬೈದು ಎತ್ತೋ ಸಾಧ್ಯ ಇಲ್ಲ. ಅದರೊಳಗೆ 7 ಆಗಸ್ಟ್ ಬೈತು ಮುಹಮ್ಮದ್ ಬಂದ್ರವಲ್ಲ ಇದು ನಂಗೆ ಅಂಗೀಕರಿಕೊಳ್ಳೋ ಸತ್ಯದಾಕ್ಯಾರು ಫುಲ್ ಸ್ಪ್ರೆಡ್ ಆಗಿ. ನಾನು ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಬಂದ ನನಗೆ ಬಿಡಿದ ಸಂಭವ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് അങ്ങനെ ചോദിച്ചത് ഞാൻ അംഗീകരിக்கிறேன். അങ്ങോട്ട് എന്ത് വിഷയം അംഗീകരിക്കുന്ന വിഷയമാണ് എന്റെ താഴ്മാറുള്ള എന്റെ കേൾക്കറി ഏത് ഫ്ലൈറ്റിലേക്ക് നബിയാണ് അത്ര സ്പീഡിൽ പോയി എന്ന് ഹദീസിന് ശരിമാർ അങ്ങ് ബുദ്ധി ഉൾക്കൊള്ളാൻ സാധിച്ചോ ഇല്ല. നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം എന്തേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചാൽ പൽക്കുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എതിർത്ത് നോക്കുന്ന റസൂൽ മുഹമ്മദ് ചൊന്നത് ഞാൻ ഇത് അംഗീകരിക്കുന്നത് എന്താ ചൊന്നെങ്കിൽ ഇതിനെക്കാട്ടി വലുത് ഞാൻ അംഗീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ നിന്ന് 7 ആകാശത്ത് പോയത് ചെറിയതേറ്റിക്കുന്നത് പോയിട്ട് വന്നത്. കാരണം അതിനാണ്ടി വലുത് ഞാൻ അംഗീകരിച്ചത് ഏതേറ്റിക്കുന്നത് 7 ആകാശത്തെ മേൽ നിന്ന് അള്ളാഹുവിന്റെ വഹീമൈത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കീഴിൽ വന്നുകൊണ്ടു 7 ആകാശത്തിന് മേലുള്ള അള്ളാഹുവിലെത്തുള്ള വഹി എടുത്തോത്തു ജിബ്രീൽ മുഹമ്മദ് മുട്ട വന്നുകൊണ്ട് ചൊത്തുള്ളത് അംഗീകരിച്ചനക്ക് മുഹമ്മദ് ഏതിട്ട് മേൽ പോകേണ്ടത് വലിയ സംഭവം എന്നാണ്. സിമ്പിൾ ആക്കി അതേ നമുക്ക് ചൊല്ലുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ വഹിയും അംഗീകരിച്ചോണ്ട് ഇത് അംഗീകരിക്കുന്നത് കഷ്ടം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചൊന്നുകൊണ്ട് ഇത് അംഗീകരിക്കണോണു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്ത് പോയിട്ട് എന്തൊരു സംഭവം എന്തൊരു വലിയ വിഷയം ഒന്നുമില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജിലെ ആ ഒരു സംഭവത്തെ സത്യപ്പെടുത്തിക്കൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ റളിയല്ലാഹു അൻഹു പേര് കൊടുത്തത് അസ്സദീഖ്, സത്യപ്പെടുത്തിയ ആളായിട്ടിക്കണം. ഇപ്പൊ ചില ആൾമാർ ചൊല്ലി കാണാം ദജ്ജാൽ ദജ്ജാലിന്റെ കൊള്ളൂർ ഈസാ നബി അലൈഹി സ്വലാം എങ്ങനെ എത്തിക്കണം ഹദീസിൽ കണ്ട കത്തിയിലെത്തിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്ത് AK-47 മിസൈലും ഈ കാലഘട്ടത്തില് ഈസാ നബി കത്തിലെന്ന് കൊള്ളൂർ സൂട്ട് വിട്ട് ഗണ്ണ് വിട്ടു ചില ദൂരത്തിൽ നിന്ന് ഒരു മിസൈൽ അടിച്ച് കലാസമല്ലേ ദജ്ജാൽ എന്ത് കത്തിൽ ഒത്തിരുന്നു. നിങ്ങൾ ചിന്തിക്കണായത് ഞങ്ങളെ കാലഘട്ടം ഇനി എങ്ങനെ പോകണമെന്നും കൂടി ഉണ്ട്. എന്തില്ല പിന്നെ ഒരു 100 വർഷത്തെ ഞങ്ങളെ 3 വർഷം മുന്നോട്ട് പോയ ആൾമാരില്ലേ കഴിഞ്ഞു പോയ ആൾമാർ ഈ ആൾമാർ ഒട്ടിക്ക് ഞങ്ങളുടെ ഈ അമേരിക്കത്തുള്ള ആളൊട്ടിക്ക് നമുക്ക് നേർക്ക് നേരം മുണ്ടൊക്കെ സാധിക്കുമെന്ന് നമ്പുവാറുണ്ട്. ഇവിടെ നിന്ന് ഈ ഉപ്പയങ്ങളിൽ നിന്ന് അമേരിക്കത്തുള്ള ആളൊട്ടിക്ക് നമുക്ക് ഗണ്ടകട്ടിലോട്ട് നോക്കിയിട്ട് മുണ്ടൊക്കെ സാധിക്കുമെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല ഇല്ല. കാരണം എന്തേ പണ്ടത്തെ കാലത്തെ വ്യവസ്ഥ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഞങ്ങൾ വ്യവസ്ഥ അനുസരിച്ച് ഞങ്ങൾ ദീനരെ ചിന്തിച്ചേർത്ത് നടത്താൻ പണ്ടത്തെ കാലം എങ്ങനെ വെച്ചാൽ അള്ളാഹു കിട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയ്ക്ക് എത്തുവാണ്. അതേപോലെ ചില യഅജൂജ് മഅജൂജ് വിഷയത്തിൽ യഅജൂജ് മഅജൂജ് ബർമ്മക്ക് ഒരു പലക്കറുവല അവസാനത്തെ ആൾ ബർമ്മത്തില് പലര് തന്നെയല്ല ബത്തി കൊണ്ടുവല അങ്ങനെ ഒരു തന്നെ കുടിക്കൊണ്ട മനസ്സമാണ് ആൾമാർ ബുദ്ധി കൊണ്ട് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അംഗീകരിക്കുക ഇങ്ങനെ ബുദ്ധി വെച്ച് തയ്ക്കണോ പറയും അങ്ങനല്ല. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂൽ സമാവത്തായ ഹൃദയത്തിൽ മനസ്സിലാക്കിവെക്കൂ. തസ്ദീഖുഹു ഫീമാ അഖ്ബറ റസൂൽ എന്തരിപ്പാട്ടിത അത് ഹക്കൈറ്റിക്കണം സംശയം സിറാത്ത് പാലാൻ മീസാൻ എല്ലാം ഷഫാഅത്താവട്ടെ എല്ലാ വിഷയവും ഞാൻ അംഗീകരിക്കും. ഒരു സംശയം ഇങ്ങനെ അംഗീകരിച്ച് നിങ്ങൾ നിന്റെ മാത്രമേ തിക്കറ് ഞങ്ങളുടെ ഷഹാദത്ത് തന്നെ മുഹമ്മദ് റസൂൽ സമാവം എല്ലാവരും സമാവം കൊണ്ടില്ല. കാരണം സ്വാമിമാർ പലതും കണ്ടാൽ
പലതും കണ്ടുന്നില്ല. ഖിയാമത്ത് നാളത്തെ വിഷയത്തെಲ್ಲ റസൂൽ ചൊത്തു ഒന്നും എതിർവശനാക്കില്ല. കാരണം എന്തിരെ ഷഹാദത്ത് തന്നെ മുഹമ്മദ് റസൂലിന്റെ അർത്ഥം പിടിയിട്ട് എന്തിരെ ഇത് ചൊല്ലിട്ടായെങ്കിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലത് ഹക്ക ഇതിക്ക് സ്വന്തം അംഗീകരിച്ചു കൊടുക്കും. അങ്ങനെ ആവരെങ്കിൽ മാത്രമേ ഇതിക്ക് അവന്റെ ഷഹാദത്ത് സമാവും. അംഗീകരിക്കാത്തവന്റെ ഷഹാദത്ത് സമാവില്ല. അത് ദുനിയാവിൽ കൂടി ആഖിറത്തിൽ എത്തിക്കൽപ്പടി അവർ നിഷ്ഫലമായത്. അതുകൊണ്ട് മനസ്സിൽ ഫിക്സ് ആക്കി വെക്കും, നിയത്താക്കി വെക്കും. റബ്ബേ നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ഏതല്ല ഹദീസ് എന്തുള്ള ചുമറ അതെല്ലാം നാം അംഗീകരിക്കണം. ആ ഉറത്തൊരു ഹദീസ് കണ്ടില്ലെങ്കിൽ സഭ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നമുക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് തന്നിരിക്കും. ഒന്നാമത് അതുകൊണ്ട് മനസ്സിൽ ഫിക്സ് ആക്കി വെക്കൂ. നിങ്ങളുടെ ഷഹാദത്ത് സമാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതായ ഷഹാദത്ത് തന്നെ മുഹമ്മദ് റസൂൽ സമാവുകയില്ല. ഒന്നാമത്തെ വിഷയം തസ്ദീഖുഹു ഫീമാ അഖ്ബറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിപ്പാട്ടിയത് നേരെ ഇത്തിക്കറ് സത്യ ഇത്തിക്കറ് സ്വന്തം അംഗീകരിക്കും. ഇത് ഇത്തിക്കറ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ ഇത്തിക്കറ് ത്വാഅതുഹു ഫീമാ അമറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ ആക്കിയത് അനുസരിക്കണം. നബിയുടെ ഓർഡർ രണ്ട് രൂപത്തിലായിട്ട്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായ സ്വരത്തിൽ ചൊല്ലും, അത് ഇത്തിക്കറ് വാജിബ് തന്നെ ചൊല്ലി. രണ്ട് നിർബന്ധമല്ലാത്ത രൂപത്തിൽ ചൊല്ലും, അത് ഇത്തിക്കണ സുന്നത്ത്, മന്ദൂബ്, മുസ്തഹബ്, നഫീൽ ഇങ്ങനെ ചൊല്ലും. ഇത് എക്സ്ട്രാ ഇരിക്കണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർഡർ രണ്ട് രൂപത്തിലാക്കിയെന്ന നിർബന്ധമായിട്ട് ചൊല്ലുന്നതിരെ ആക്കിയാവും, വാജിബ് ഇക്ര ആക്കിയാവും മുടങ്ങില്ല. ഇനി നിർബന്ധമല്ലാത്ത സ്വരത്തിൽ ചൊല്ലുന്നത് അത് നമുക്ക് ആക്കി കൂലി കിട്ട് അയങ്ങ തമാസാക്കുകയില്ല, ശരിയായിട്ട് കാണുകയില്ല. നബിയുടെ സുന്നത്ത് സിമ്പിളായിട്ട് കാണാൻ അപകടിക്കും, തമാസാക്കി എന്തായാലും കുഫ്രയിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനര് അള്ളാഹുവിന്റെ ദീനര് വിഷയത്തിൽ ഒന്നും തമാസാക്കുകയില്ല. അത് മനസ്സിലാക്കി വെക്കണം. കൂടെ എന്തെങ്കിലും സാധാരണ ആൾമാർ ഈ താളത്തിലുള്ള പോയി എന്തായെങ്കിൽ പാട്ട് പാട് പോയി ആൾമാർ തമാസയ്ക്ക് വേണ്ടി ചൊല്ലുക കാലം എന്തെങ്കിലും ഒന്ന് ചൊല്ലി അപകടിക്കരുത്. പാടില്ലാത്ത ഇതിക്കർ എത്ര ആൾമാർ അണ്ട് കേരളത്തിൽ ഒരു ചങ്ങായി ഫേമസ് ആയി എന്തെങ്കിൽ പോലീസ് ട്രാഫിക് പോലീസ് പൊടിച്ചപ്പ എന്താ എസ്കേപ്പ് ആവുക വേണ്ടിയിട്ട് അറബി ഭാഷയിൽ മുണ്ടിയ വലാക്കി ആ മുണ്ടക്ക് വേണ്ടി തോണെന്താ ഇലാക്കി കുറെ ഇങ്ങനെ ആചാര്യ മുണ്ടിയ വലാക്കി എത്ര ഓതൊരു ഖുർആന്റെ ആയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതേക്ക് അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ ഖുർആന്റെ ആയത്തും അല്ലാഹുവും റസൂലും വെച്ചതാ നിങ്ങൾ തമാസാക്കിയുള്ളത്. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ ഇസ്ലാമിൽ പിന്നെ നിങ്ങൾ കാഫിറായിട്ട് പോയിരാണ്. മുനാഫിക് മാറട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നു റസൂലിന്റെ സ്വാമിമാരെ യുദ്ധത്തിന് പോകുമ്പോൾ തമാസാക്കിങ്ങനത്തെ മുനാഫിക് മാറട്ടി അല്ലാഹു ചൊന്ന താക്കീത് എത്തിക്കറ് സ്വാമിമാരെ എത്തിക്കറങ്ങ തമാസാക്കിയത് അങ്ങ് അല്ലാഹു ചൊന്നരെ അബില്ലാഹി അല്ലാഹുവിനെ കൊണ്ടാ വായാത്തി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കൊണ്ടുത്താ റസൂലിഹി അല്ലാഹുവിന്റെ റസൂൽമാരെ വെച്ചതാ നിങ്ങൾ തമാസാക്കരുത്. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഒരു കാരണത്തിലും അല്ലാഹുവിന്റെ ദീനിൽ ഒരു വിഷയവും നിങ്ങൾ തമാസാക്കുക. ആ തമാസാക്കിற ആൾ ഇന്നെന്തായി ഒപ്പം എങ്ങോട്ട് നസീഹത്താക്കിയോളൂ അപകടം കുഫ്രൈത്തിക്കർ. അല്ലാഹുവിന്റെ ദീനിൽ എന്തു തമാസാക്കരുത് കുഫ്രൈത്തിക്കർ. അപ്പൊ ഒന്നാമത്തെ വിഷയം മനസ്സിലാക്കിയത് തസ്ദീഖുഹു ഫീമാ അഖ്ബറ, രണ്ടാമത്തെ ത്വാഅതുഹു ഫീമാ അമറ. തസ്ദീഖുഹു ഫീമാ അഖ്ബറ, ത്വാഅതുഹു ഫീമാ അമറ. നബി എന്തൊരു കൽപ്പന ആക്കിയതാ അതിലെ ആക്കും. ആ ആക്കൽ ചൊല്ലുമ്പോൾ രണ്ട് രൂപത്തിലാണ് ചൊല്ല. ഒന്നെങ്കിൽ നിർബന്ധമായിട്ടൊരു സ്വരത്തിലും നിർബന്ധമല്ലാത്ത രൂപത്തിൽ. ഒരു കാരണത്തിലും നിർബന്ധം അല്ലല്ലേ ചൊത്ത് തമാസാക്കുക ശരിയായിട്ട് കാണുക ഒന്നുമില്ല. അത് ഞങ്ങൾ ആക്കുണയിച്ചു. അത് പൂർണ്ണമായി ധാരാളമായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് സ്വാമിമാരുടെ ജീവിതത്തിലുള്ള കാണാം. അത് മാതൃകയായിരിക്കും. ഇത് ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന സ്വീകരിച്ചിട്ടായെങ്കിൽ അപ്പൊ ഇത് യഥാർത്ഥമായിട്ടുള്ള മുഅ്മിനാവുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിന് ഞങ്ങൾ പൂർത്തിയാക്കും. എല്ലാം പൂർത്തിയാവില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഓർഡർ ആക്കിയത് അതുപോലെ സ്വീകരിക്കും. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ വിഷയം കൂടിയുണ്ട്. ബുടക് ചൊന്നതും അതിൽ അതുപോലെ വിട്ടുപെടും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ബുട ചൊത്താണ് അതിൽ വിട്ടുപെടും. അതും രണ്ട് രൂപത്തിൽ എത്തിക്കണം. ഒന്നും നിർബന്ധമായ രൂപത്തിൽ അത് കയറ്റിക്കണമെന്ന് ചൊല്ല ഹറാമ്, നിർബന്ധമല്ലാത്ത രൂപത്തിൽ അത് കയറ്റിക്കണമെന്ന് ചൊല്ല കറാഹത്ത് അതേപോലെ ഹറാം. അപ്പൊ ഈ ഹറാമ് നിർബന്ധമായി ചൊന്നാൽ അത് നിർബന്ധമായിട്ട് വിട്ടുതയാവും. കറാഹത്ത് ചൊന്തുള്ളത് മുട്ടകയറ്റിക്കൽ ഉത്തമ ചൊന്തുള്ളത് ആയെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അട്ട പിടിച്ചിട്ട് ആക്ര എന്തായെങ്കിൽ അപകടയിച്ചിക്ക യന്ത്രവും നോക്കണം ആക്രയിച്ചൊന്ന് എത്തായെങ്കിൽ അപകടയിച്ചിക്ക. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊമണ്ട് വിഷയത്തിലുള്ള പ്രധാനമായിട്ടുള്ള 4 വിഷയിക്കരുത്. അതിൽ ഒന്നാമത്തത് നബി ചൊന്നത് സത്യത്തെ അംഗീകരിക്കണം, നബി ഓർഡർ ആക്കിയത് അതുപോലെ സ്വീകരിക്കണം, നബി ബുടക് ചൊന്ന ഗുണം. സ്വാമിമാരുടെ ജീവിതത്തിൽ കണ്ടത്
പ്രത്യേകമായിട്ടും ഒരു സ്വഹാബി അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട വന്നപ്പോൾ നമുക്ക് പിടിയുള്ള ഒരു സംഭവിക്കും പലവട്ടം കേട്ടിരിക്കുക ಅಂದ್ರೆ ഒരു ഗോൾഡ് റിംഗ് ഇട്ട് വന്നത് ഗോൾഡ് റിംഗ് ഇട്ട് വന്ന സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വലിച്ചെറിഞ്ഞു എറിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയാൽ പിന്നെ ബാക്കി ഇന്ന് സ്വാഭിമാർ ചൊന്ന് അവരെ എടുത്തത് പിന്നെ മക്കൾ കൊടുക്കും അല്ലാതെ അതിൽ വിത്തതിനെ കാശ് അപ്പൊ ആ സ്വഹാബി ചൊന്ന പലക്കൊണ്ട് എന്റെ ഇതിക്ക് ചൊന്നത് ലാ ആഖുദുഹു അബദ അത് ഞാൻ ഒക്കും എടുക്കില്ല അതിൽ ഞാൻ ഇനി ഒക്കും എടുക്കില്ല കാരണം എതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ಬೇಡ ചൊന്നതിരെ ಮಾಡ್ಕೊಂಡಿಲ್ಲ ಅವ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಬೇಡ ಅಂತ ಚೊಂತ ಅದರ ಬಿಟ್ಟು ನೇತಿಕರೆ ಶಹಾದತು ಅನ್ನ ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹ್ ಸಮಾವುಗಲ್ಲಿ ಪ್ರಧಾನವಾಯಿತು ಮೂರು ವಿಷಯ ಇನ್ನು ನಾಲಾಮത്തെ ಐತಿಕರೆ നിർബന്ധമായിട്ട് മറിയണായത് വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ ഉടൈതിക്കരെ പ്രധാനമായിട്ട് സമസ്തക്കാർക്ക് എല്ലാവരും ഇപ്പത്തെ ഈദ് മിലാദ് എല്ലാം പണ്ടുപിടിക്കും അള്ളാഹു ഒരു ഇബാദത്ത് എടുക്കണം എങ്ങനെ റസൂൽ കാട്ടിയവൻ ഇബാദത്ത് എടുക്കണം അങ്ങനെ മാത്രമേ ഇതിന് ഷഹാദത്ത് മുഹമ്മദ് റസൂൽ സമാവരെ ഇങ്ങനെ ചൊല്ലില്ലേ പുതിയ ബിദഅത്തുൽ ഹസന ചൊല്ലുന്നു പുതിയത് കൊണ്ടതും നബി ആക്കൊണ്ടു ലാസ്റ്റ് സംവാദം ഫൈസൽ മുസ്ലിയാർ അപ്പുറത്ത് SKS ആൾമാരൊട്ടി ഏത് സംഭവം ഏത് വിഷയത്തിൽ ഇതേ ഈദ് മിലാദിൽ പോയ അവസ്ഥ നടന്നത് അപ്പുറത്ത് ഇന്നങ്ങനത്തെ മൊയിലാരൻ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമിമാർ ആക്കില്ല ಅಂತ ಹೆಂಗೆ ದೀನಲ್ಲ ಅಂತ ಅವ್ರ ಹಾಕಿಲ್ಲ ಅಂತ ಹೆಂಗೆ ಹಾಕಂಡ ಚೊಂತ ಆರು ಚೊಂದಿಲ್ಲ ಅದೇ ನಿನ್ಗೆ ಶಹಾದತ್ತಿ ಬಿಡ್ತ ಕಟ್ಟಿಲ್ಲ ಅಂತ ಐತಪ್ಪ ഷഹാദത്ത് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ജുത്തലേക്ക് ഈ ഷഹാദത്ത് സമാപത്തായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടപ്പാട്ടിയോട് എത്തിക്കൊണ്ട് അള്ളാഹു ഇബാദത്താക്കണം അതുകൊണ്ട് ഇതിൽ ചൊല്ലേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത ദീന് അത് ദീനല്ല അങ്ക് ദീന് പിടിയില്ലാത്തായെങ്കിൽ പിന്നെ നമുക്ക് പിടിയിട്ട് ചൊല്ലുക അധികാരമില്ല സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത ദീന് അത് ദീനല്ല സ്വഹാബിമാർക്ക് പിടിയില്ലാത്ത ഇബാദത്ത് അത് ഇബാദത്തുമല്ല കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്തിച്ചത് ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി ഫഖദ് ഇഹ്തദൗ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇൻ ആമനു ആಗ മക്കത്തെ മുശ്രിക്കരക യഹൂദിമാർ നസ്രാനിമാർ എല്ലാവരും വിശ്വാസ ಬೇಕಿರಂತಾയെങ്കിൽ എങ്ങനെ വെക്കണോ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതു ബിഹി നിങ്ങൾ വെച്ചവന റസൂലും സ്വഹാബിമാർ എങ്ങനെ ഈമാൻ കൊടുത്താൽ അതുപോലെ ഈ മക്കത്തെ മുശ്രിക്കരോ യഹൂദിമാരോ നസ്രാനിമാർ ഈമാൻ കൊണ്ടെങ്കിൽ മാത്രമേ ഇത്തിക്കര ഫഖദ് ഇഹ്തദൗ അങ്ങനെ ഹിദായത്തിൽ അവര് അല്ലാത്ത ഹിദായത്തിലുള്ള അപ്പൊ വിശ്വാസം ഏത് പൊരിക്കണു സ്വാഭിമാനെ പൊരിക്കണു അപ്പൊ ഈദ് മിലാദ് ചൊത്തൊരു വിശ്വാസ സ്വാഭിമാനെ പോലുണ്ട ഇല്ല സ്വാഭിമാർക്ക് പിടിയേയില്ല ഈദ് മിലാദിൽ ചർച്ചയില്ല അന്നത്തെ കാലത്ത് നബിസല്ലല്ലാഹു ബർത്ത്ഡേ ചർച്ചയില്ല അപ്പൊ അതുകൊണ്ട് നബിസല്ലല്ലാഹു നോക്കൂ എന്തില്ലെന്നും ഈ സമസ്ത താൽമാർ അംഗീകരിക്കല് ഷാഫി മദ്ഹബ് ഷാഫി മദ്ഹബില് 100 കണക്കിൽ എത്രമാ ഫിഖ്ഹ് കിതാബുണ്ട് എല്ലാ കിതാബിലും ഫിഖ് കിതാബിലും ഹദീസ് കിതാബിലും എട്ടിങ്ങും ഇതരെ കിതാബുൽ ഈദൈൻ ചൊല്ലില്ലേ 2 ഈദിന്റെ വിഷയത്തിൽ ചർച്ച അതിൽ ചുമ്മാ ഹദീസ് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പെരുന്നാൾ എന്താക്കിയത് ചെറിയ പെരുന്നാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കോ ചൊന്തു അങ്ങനെ സമസ്തം ജമാഅത്തും തബ്ലീഗും എല്ലാവരും ഒട്ടിക്കൂടി അങ്ങനെ കൊടുക്കണം വലിയ പെരുന്നാൾ ഉലൂഹിയത്ത് കൊടുക്കോ ചൊന്തു ഉലൂഹിയത്ത് ഏതാണ് അവന് ആടിന് പ്രോബ്ലം ഇക്കോത്തീരാ എന്ത് ഇക്കോടെ എന്ത് വേണം എല്ലാം പഠിച്ചു എന്തുകൊണ്ടു ഹദീസിലുണ്ട് ഫിഖ് ഗ്രന്ഥത്തിലുണ്ട് ലോകത്തിൽ ഒരു ഫിഖ് ഗ്രന്ഥത്തിൽ പോലും ഈദ് മിലാദ് റസൂൽ എന്താക്കിയിട്ടുള്ള ഒരു ചർച്ചയില്ല സമസ്ത തന്നെ കിതാബിൽ പോലും ഫിഖിന്റെ കിതാബിൽ പോലും ഇല്ല ഓർത്തോളി ഇപ്പൊ അങ്ങനെ മദ്രസയിലുള്ളതായ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ചൊല്ലി ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ചൊല്ലി സമസ്ത തങ്ങളുടെ സ്ഥാപനം അതിന് അണ്ടറിൽ പണ്ട ഒരു കിതാബുണ്ട് ഫിഖ് ആ ഫിഖ് കിതാബിൽ പോലും നോക്കുമ്പോൾ ആ ചർച്ചയില്ല അതിൽ വേറെല്ലാം കൂടുതലാണ് വേണ്ടാത്തത് പക്ഷെ ഈദ് മിലാദിൽ ഒരു ചർച്ചയില്ലേ 2 ഈദിന്റെ വിഷയത്തിൽ ചർച്ച അങ്ങ് ഈദ് മിലാദിലെ ചർച്ച അങ്ങ് പിടിയുണ്ട് വ്യക്തമായിട്ട് എന്നിട്ടും അട്ടത്തിലേത്തിക്കല് പണ്ട് ആക്കി വെച്ചത് അട്ടത്തിലേത്തിക്കല് പോകുന്നതാണ് ഇപ്പൊ പണ്ടത്തെ വല്ലല്ലോ ഇപ്പൊ ഓപ്പണി ചൊന്നുള്ളത് എന്തെ നബിയും സ്വാമി ആക്കില്ല ಅಂತ ಹಿಂಗ ആക്കണ്ടാത്തോടത്ത് കിട്ടിയത് അപ്പൊ അങ്ങനെ ഇതിക്കല് കേട്ടോ അത് കാരണം എന്തെ ഷഹാദത്ത് മനസ്സിലാക്കി അതേ ഇതിക്കല ചൊന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് എടുക്കണം റസൂലുള്ളാഹി പാട്ടി ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇത്തിക്കർ പടപ്പാട്ടി അതുപോലെ അള്ളാഹുടെ ഇബാദത്ത് അങ്ങനെ എടുത്തേക്ക് മാത്രമേ ഇത്തിക്കർ ഇബാദത്ത് സമാവും അല്ലെങ്കിൽ ഇബാദത്ത് സമാവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നിസാൽ ഒരു ആയത്തിൽ ചൊല്ലിക്കാണാം വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ ഭാര്യ അത്ഭുതകരമായ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി വമൻ യുശാഖിഖിർ റസൂല ആളേക്ക് റസൂലിന്റെ വിരുദ്ധമായിട്ട് പോണ്ടി
മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഹിദായത്ത് വ്യക്തമായ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ചൊത്ത് പിന്നെ അങ്ങ് നരകത്തിൽ ചൊന്നമയാവും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വേറെ വിഷയം കൂടി ആഡാക്കണം. എന്തായിരിക്കും അല്ലാഹു ചൊന്നത്? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. സ്വഹാബിമാരെ റൂട്ടാറായിരിക്കും വിട്ടത്. അല്ലാഹു കേൾക്കുക ശരി നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്കത്തിന് വിരുദ്ധമായിട്ട് പോയാർ ഹിദായത്ത് കിട്ടിയാൽ പിന്നും ഇസ്ലാം വന്നൽ ബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൽക്കത്ത് വിരുദ്ധമായിട്ട് പോയാർ ഒന്നും. രണ്ടാമത്തെ അല്ലാഹു ചൊന്നത് സ്വഹാബിമാരെ റൂട്ടാറ് നുവല്ലിഹി മാ തവല്ല, അവന് ഏത് റൂട്ട് തിരിഞ്ഞ ആ റൂട്ട് കൊണ്ട് തങ്ങ തിരിക്കുക. വനുസ്ലിഹി ജഹന്നം, അവിടെ നരകത്ത് പോയി തങ്ങ വലിച്ചേറ. വസാഅത്ത് മസീറ, എത്ര നികൃഷ്ടമായ ജാഗേറ്റിക്കർ നരക ചുറ്റല്ലാഹു കേൾക്കുന്നത്. എത്ര നികൃഷ്ടമായ ജാഗേറ്റ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖൈദ് വെച്ചത് പ്രത്യേകമായി തെളിച്ചൊന്നിരിക്കുക. സ്വഹാബിമാരെ റൂട്ടായിക്കൊണ്ട് നിങ്ങളുടെ ഇബാദത്ത് തീർത്ത് അങ്ങനെ ഈമാൻക്ക് ഞങ്ങളെ വിശ്വാസ സമാവില്ലേ സ്വഹാബിമാരെ വിശ്വാസം വേണം. ആണ് തಮಗೆ ഈദ് മിലാദ് സ്വഹാബിമാരെ എന്ത് ചർച്ച ഒന്നുമില്ല. അപ്പോഴത്തേക്ക് ഉസ്താദ്മാർ ഖുർആന്റെ ആയത്തെല്ലാം എടുത്തു വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഷഹാദത്ത് കാര്യം അങ്ങനത്തെ സമായില്ലേ ഇല്ല. ലായിലായിലൊന്നും പൊട്ടിവെച്ച് ഷഹാദത്തിന്റെ മുഹമ്മദ് റസൂലും പൂർത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നോക്കുന്നത് കോമന്റ് ആയത്തെതിരെ ഖുൽ ബി ഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഈ ആയത്ത് കൊടുക്കണം. ആയത്ത് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൈതിക്കർ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൈതിക്കർ ചൊല്ലി ഈ ആയത്തല്ല വേറെ ആയത്തിൽ എന്തും തെളിവുണ്ട്. എന്തെങ്കിലും അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബർത്ത്ഡേ ആഘോഷിച്ച് കൊടുത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താക്കിയത്? കല്ലിന് പോയ വർഷം അതിന് 3ാമത്തെ വർഷം ഉള്ളാത്തൊരു മുഖാമുഖം നടത്തൊരു വ്യക്തി തഖാഫി അതിൽ ആ ഹദീസ് ഓതിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായാൽ പിന്നെ ഇറച്ചി പത്രം കൊടുക്കും. ആടത്തത്ത് ഇറച്ചി കൊടുത്തു എല്ലാവരും തിന്ന് പാടി നബിയെ വ്യക്തത്തിന്റെ പേരിൽ കൊടുത്തു ഇറച്ചി പത്രം കൊടുത്തു. ഇത് ഇതുവരെ അതുപോലെ ദലീലേക്ക് കിടന്നു. സത്യത്തില് ഏത് സാധാ വ്യക്തി പോലും കറക്റ്റ് ഒന്ന് കേട്ടെന്തായെങ്കിൽ ആ ഹദീസില് ഒന്നുകൂടി അർത്ഥച്ചൊരു ചൊന്നെന്തായെങ്കിൽ സാധാ ആൾമാർ പോലും അങ്ങനെ വായി കൊത്തുമാട്ട. ആ ഹദീസിലുള്ളത് അക്കാജ് അക്കാജിന്റെ അക്കീക്ക് കൊടുത്തു തോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആയാൽ പിന്നെ സ്വന്തത്തെ പേരിൽ അക്കീക്ക് കൊടുത്തു തോന്നു. അത് വർഷം കൊടുക്കരുത്. അക്കീക്ക വർഷം വർക്കല്ലേ കൊടുത്ത് അതിന്റെ പേരിൽ ആ അക്കീക്ക കൊടുത്തത് ഈദ് മിലാദ് ആഘോഷിക്കും വലിയ ദലീലാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒക്കമേ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ആയാൽ പിന്നെ അവർക്ക് കൊടുത്തത്. ഈ ഹദീസിനെ വെച്ചിട്ട് സഹിയാലെ ചോദ്യത്തിന് വേറെ ചർച്ച. ഇനി ഇതിൽ സഹി ചോദ്യെങ്കിൽ ഇതിൽ നിന്ന് ദലീൽ കിട്ടുന്ന ഇതിക്ക് പുറത്തേക്ക് സ്വന്തമായിട്ട് അക്കീക്ക് കൊടുക്കാമോ കൊടുക്കത്തില്ല, ഇത് മാത്രമേ ഇരിക്കും. അതല്ലാതെ ഇതിന്റെ പേരിൽ ഒരു മീലാദ് ആഘോഷിക്കുമ്പോൾ ദലീൽ ഉണ്ടാവില്ലേ? ഇത് കാരണം എന്താ ഇതിക്ക് റസൂൽ ഒരു സലഫിരംഗ ബന്ധൽ പിന്നെ വലിയ പ്രശ്നം സമസ്തക്കാർക്കായത് ദലീല് എടുക്കണമെന്ന് ഗതികെട്ട അവസ്ഥ എത്തിയ ഒർക്കാലത്തെന്തോ ആ മോളൂത് സെബീന മോളൂത് എന്തെല്ലാം ഇത് ഇവ മുക്കാവാതി എല്ലാം പോയി കേൾക്കറിയില്ല. ഇപ്പൊ അങ്ങനെ ഫാമിലിയെല്ലാം കാണാം. എന്നാലും ഏകദേശം ഒരു തിങ്കൾ ഒരു 5-3 തെങ്ങൾ നടന്നു വർഷത്തിൽ ഒന്നേ നടക്കുക. കാരണം 5 ചോദ്യം എല്ലാ സ്ഥാന്മാർ കൊണ്ട് ഇങ്ങനെ ഇട്ടുന്നാണ്. ഇപ്പൊ ആൾമാർ കേൾക്കു തുടങ്ങിയ കാരണം എന്തേ ലോക വെള്ളി ആൾമാർ ചിന്തിക്കു തുടങ്ങിയ മനസ്സിലാക്കു തുടങ്ങിയ പുറത്തു പോകാൻ തുടങ്ങിയ ഇതോടുകൂടി മനസ്സിലാക്കുക ക്വസ്റ്റൻ കേൾക്കു തുടങ്ങിയ ദലീലോ ഇതാകൂല പ്രൂഫ് കൊണ്ട് ചൊന്ന് കേൾക്കു തുടങ്ങിയാൽ ഈ കേൾക്കുമ്പോൾ ഈ തിക്കറി എല്ലാത്തിനും എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കൂടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൊടുത്തതായ ഷഹാദത്ത് കലിമ, ഈ ഷഹാദത്ത് സമാവണം തായെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയത്തിൽ എങ്ങനെ ഞങ്ങൾ പഠിച്ച അതുപോലെ കറക്റ്റ് ആവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്ൻ സമയമില്ലാത്തായെങ്കിൽ പില്ലർ സമയമില്ലാത്ത ബാക്കി സമാവം ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പില്ലർ എതിരെ ജണ്ട് ചൊന്ന് ഞങ്ങൾ മനസ്സിലാക്കാം. ആ ജണ്ട് പില്ലർ എങ്ങനെ സമാവണേ? നഫിയും ഇസ്ബാത്ത് ചെന്നല്ലേ പഠിച്ചിരിക്കുവാർ പല ക്ലാസ്സസിലെത്തും. ഈ ജണ്ട് സമാവരെങ്ങനെ? ഒന്നാമത്തെ ചൊന്നത് നഫി നിഷേധിക്കണം. നിഷേധിക്കുമ്പോൾ എങ്ങനെ നിഷേധിക്കണം? പ്രധാനമായിട്ടും 4 വിഷയം നിഷേധിക്കണം. അത് നിഷേധിച്ചില്ല എന്തായെങ്കിൽ നടന്നു കാര്യമില്ല. ഒന്നും ആലിയത്ത് അള്ളാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല ചൊന്ന് അംഗീകരിക്കണം. 1. 2 റബ്ബില്ല ചൊന്ന് അംഗീകരിക്കണം. റബ്ബ് എങ്ങനെ വേണ്ടി? ഈ റബ്ബ് ചൊത്തുണ്ടാവും എങ്ങനെ? 3 സിഫത്തിലേക്ക് ഉണ്ടാവും. 1 ഖാലിഖ്, മാലിക്, റാസിഖ് അല്ലെങ്കിൽ മുദബ്ബിർ. ഈ സിഫത്തിലും പോയിട്ട് ഇപ്പത്തെ സമസ്ത ആൾമാർ ആ കുറോട്ട് ഒരു ടീമുണ്ട്. അത് എന്തൊക്കെ ലൈസൻസ് ഇല്ലാത്ത പോലെ പോയി ഉണ്ടത്. ഖാലിഖ് ഇപ്പൊ ഓവർ അണ്ട് തപ്പിത് ചൊന്നതേക്കിക്കർ എന്തേ പഠിച്ചോണ്ടിരിക്കർ ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ചൊല്ലി എന്തൊരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ചൊന്നേക്കുന്നത് സമർത്ഥിച്ചോളൂ. പച്ചയിട്ട് ഇസ്ലാം എന്നിട്ട് പറത്തുകയും
കുഫ്രിയത്ത് പൂർണ്ണമായിട്ടും ആ വ്യക്തി ഓപ്പണായിട്ട് ചൊന്നോലെ പോലെ കാണുന്ന നമുക്കെതിരെ ആ കാഫിരേറ്റിക്കാർ അങ്ങനെ ഇപ്പൊ സ്പീച്ച് പോയോല്ലോ അപകടത്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ തുടക്ക ഭാഗമേ പൊട്ടി പാലിച്ചു പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ഇലാഹ അല്ലാഹു അല്ലാഹു ഒരാളുമില്ല, രണ്ട് റബ്ബ് അല്ലാഹു അല്ലാഹു വേറെ ആരുമില്ല, മൂന്ന് നിദ് സമന്വയരാക്കൽ, നിദ് അന്താത് അത് ഒന്നുമില്ല, ബാക്കി എല്ലാം നിഷേധിക്കും. അള്ളാഹു തുല്യമായിട്ട് ഒരാളുമില്ല, അള്ളാഹു തുല്യമായിട്ട് ഒരാളുമില്ല. ഇത് പൂർത്തിയിൽ അംഗീകരിക്കാൻ സാധിച്ചോട്ടില്ല. അതിനൊട്ടിക്കുമ്പോൾ താവൂത്ത് അള്ളാഹു അല്ലാത്ത താവൂത്ത് പൂർണ്ണമായിട്ട് നിഷേധിക്കും. താവൂത്തിനെ നിഷേധിച്ചില്ലാത്ത അതിനായാലും എങ്ങനെ സംഭവം അതിന് വിഷയത്തിൽ പക്ഷേ ചില ആൾമാർ താവൂത്തിന് എക്സ്ട്രീം പോയാൽ പിടുത്തയില്ലാത്ത എന്തും ചൊന്നും പോയാൽ പിടുത്തയില്ലാത്ത ഇരിക്കണം. ഏത് വിഷയം ഉലമാക്കന്മാർ ചൊന്നാൽ അതുപോലെ നിൽക്കണം ഇരിക്കണം. ഇനി സിബാത്താക്കിയ സ്ഥാപിച്ച ലായിലായിട്ടുള്ളത് ഈ സ്ഥാപിക്കുമ്പോൾ 3 വിഷയം സ്ഥാപിക്കണം. അത് സ്ഥാപിച്ച് മാത്രമേ ഇത്തിക്കറ് ലായിലായിട്ടുള്ള സമാവരെ ആ 3 വിഷയത്തിൽ ഒന്ന് ഇത്തിക്കറ് തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ സ്ഥാപിക്കണോ ആനന്ദ മാത്രം ലായിലായിട്ടുള്ള സമാവരെ സംഭവമില്ല. അപ്പൊ തൗഹീദുർ റുബൂബിയ്യ എന്തൊരു റബ്ബായിട്ട് അംഗീകരിക്കൽ. എങ്ങനെ റബ്ബായിട്ട് അംഗീകരിക്കല്? ഈ ആകാശം ഭൂമിയും ഞങ്ങൾ ഉണ്ടാക്കിയത് ഇതെല്ലാം അല്ലാഹു ഇത്തിക്ര, വേറൊരു മഖ്ലൂക്കും ഇതിലൊരു പാർട്ട്ണർഷിപ്പ് ഇല്ല. പൂർണ്ണമായിട്ടും കടലുണ്ടാക്കിയതും നഗലുണ്ടാക്കിയതും മർത്തലുണ്ടാക്കിയതും മലബാർപ്പാട്ട് ഇതെല്ലാം അല്ലാഹു ഇത്തിക്ര ചൊല്ലുമ്പോൾ റുബൂബിയ്യത്ത് പൂർത്തിയായിരിക്കും. ഉലൂഹിയത്ത് പൂർത്തിയാവണം. ഉലൂഹിയത്ത് എന്താ ഇപ്പുറത്തിൽ നിന്ന് കൊടുക്കണ എല്ലാ ഇബാദത്തും മറപ്പെട്ടോ അല്ലാഹു മാത്രം ചൊന്ന് അംഗീകരിക്കലേ, അതോടുകൂടി അതും പൂർത്തിയായിരിക്കും. മൂന്നാമത്തെ അസ്മാഹി വസിഫാത്ത്, അള്ളാഹുരെ പേരുക, അള്ളാഹുരെ സിഫത്തുക തുല്യനായിട്ട് ഒരാളുമില്ല. ഇങ്ങനെ അംഗീകരിക്കും മാത്രമേ ഇരിക്കരുത്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ഷഹാദത്ത് കലിമ പൂർത്തിയാവും. ഇത്രമേ ഇരിക്കരുത്. ഇതിന് വിഷയത്തിൽ നമുക്ക് പഠിക്കൂല. പ്രധാനമായിട്ടൊരു വിഷയം ഇരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ആക്കോടായത് ചൊന്നെങ്കിൽ പ്രത്യേകമായിട്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചൊന്ന അതേ നസീഹത്താ ചൊന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ ക്ലാസ് കേട്ടിട്ടാണ് ഈ കിതാബ് ഓദിത്തെങ്കിലും കന്നഡ ബുക്ക് ഫ്രീ ഇന്ന ടൈമിൽ ഓദിത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ പൂർത്തിയായിട്ടൊന്ന് പഠിക്കും. എത്ര ടൈം നിങ്ങൾക്ക് എത്ര ചെലവാക്കാൻ സാധ്യത ആ ഒരു രൂപത്തിൽ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ നിർബന്ധമായിട്ട് പഠിച്ചോ. വേറൊരു തെരുവില്ല നമുക്ക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ അരീന മുഖാന്തരം അല്ലാത്ത ഞങ്ങളുടെ ജീവനത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനം പഠിക്കും. എത്രയോ ടൈം വേസ്റ്റ് ആക്കണം, എത്ര വാട്സപ്പിൽ മെസ്സേജ് നമുക്ക് നോക്കണം, എത്രമാ വാട്സപ്പിൽ വേണ്ടി വീഡിയോ നോക്കണം. ഇതെല്ലാം നോക്കണം. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനത്തെ പഠിക്കില്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥ കണ്ടിന്യൂ ചെയ്തൊരു വ്യവസ്ഥ എന്തില്ല. അല്ലേ 50 ക്ലാസ്, ഈ 50 ക്ലാസ് കേട്ട് എന്താ മതി? ഹുസൈൻ ചിലപ്പോൾ എടുത്ത് വെച്ചത് 8 വർഷം എന്താ കഴിഞ്ഞിട്ട് കേൾക്കും മാത്രം ആൾ ബാക്കിയുണ്ട്. ആ 50 ക്ലാസ് 50 പറ്റില്ല. ആ 50 ക്ലാസ്സിലൊക്കെ കേട്ട് എന്തായെങ്കിൽ നബിരെ ജനനത്തെ പിടിച്ചതായി തുടങ്ങുന്നത്, ജനനത്തെ പിടിച്ചതായി തുടങ്ങുന്നത് നബിരെ മരിക്കുന്നോടത്തോളം സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന ഘട്ടം, നബിരെ മരിക്കുന്ന അവസ്ഥ, ആ മരിക്കുന്ന സന്ദർഭത്തിൽ നബിരെ നസീഹത്തും ഓരോ വിഷയം 8 പോയിന്റ് വിടാത്തതിൽ വിശാലമായിട്ട് വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽപ്പെട്ട ആരോപണ അതിലും വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തെ വിഷയത്തിൽ ഓരോ യുദ്ധത്തിലും എന്തിനും നടന്നിട്ട് പോലും വിശദീകരിക്കുന്നത്. ബദർ യുദ്ധം ഞങ്ങൾ പണ്ടിൽ പിന്നെ കേട്ടോളാം. ഈ ബദർ യുദ്ധത്തിൽ നടന്നിട്ട് എന്തിനും നടന്നിട്ട് ആ ബദർ യുദ്ധം ആ ഒരു സന്ദർഭം എങ്ങനെയുണ്ട്, ആ ആയുവിന്റെ സന്ദർഭം എന്തിരെ ദ്വന്ദ്വ യുദ്ധ ചോദിച്ചുള്ള ഓരോരുത്തർ യുദ്ധാക്കിയ ഫസ്റ്റ് അതിൽ ബദർ യുദ്ധത്തിൽ ആറെത്തിക്കർ തുടങ്ങി ഓരോ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനം പഠിക്കുമ്പോൾ ഇത്തിക്കറ് അങ്ങനെ ഷഹാദത്ത് തന്നെ മുഹമ്മദ് റസൂലുള്ള പൂർത്തിയാവരെ. അപ്പൊ ഇതുകൊണ്ട് ഇതൊരു ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ് ഇത്തിക്കറ് ഞങ്ങളുടെ ജീവനത്തിലും നിർബന്ധമായിട്ടും ഇക്കോണായ വിഷയത്തിക്കറ് ആരെ രക്ഷ എടുക്കില്ല. ഇതിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്രമേ ഇത്തിക്കറ് മനസ്സിലാക്കില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ജീവനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ടും മാതരിക്ക് സ്വീകരിക്കില്ല തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ജീവനത്തിൽ സംഭവിച്ചതായ എല്ലാ ചെരുമ്പിലെ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് ആ ഈമാനോട് കൂടി മരിക്കുകയില്ല തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുടുംബത്തിലും നിരക്കറിലും ചങ്ങായിമാരിലും സഹോദരന്മാരിലും പല ആൾമാരും പല രൂപത്തെ രോഗത്തുള്ള അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആചരിക്കുള്ള ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കുടുംബത്തിലും നിരക്കറിലും ചങ്ങായിമാരിലും സഹോദരന്മാരിലും പല ആൾമാരും കുഫറും ഷിർക്കും ബിദഅത്തും ഖുറാഫത്തിലേക്ക് ജീവിക്കരെ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഹീദിനെ വെച്ചിട്ട് കൊടുക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്ത് സ്വീകരിക്കുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന കലിമത്ത് ഷഹാദത്തിൽ നിന്ന് പുറത്തു പോകാൻ കുഫറും ബിദഅത്തും മുർത്തദായിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ ഈമാനോട് കൂടി ജീവിച്ച്
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദ്യത്തിലെ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കൂല്ലേ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബ തൊട്ടിക കൂടുകയില്ല തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار. اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار. اللهم إنا نسألك الجنة الفردوس ونعوذ بك من النار. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.